അപ്പോ ഇന്നത്തെ ടോക്ക് മറ്റേ സെക്ഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഗം ഡയലക്ടിക്കൽ മെത്തഡോളജി എന്നാണ്. 12ാമത്തെ സെക്ഷൻ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഡയലക്ടിക്കൽ എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം വൈരുദ്ധ്യാത്മക രീതികൾ, മെത്തഡോളജി, ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ സയൻസ്, അതായത് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് എന്നും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. ഒരു റാഷണൽ മെത്തേഡ് എന്ന രീതിയിലല്ല എന്റെ സിമാന്റിക്കൽ മീനിങ് എന്ന് പറയുമ്പോൾ, സിമാന്റിക്സ് നോക്കുമ്പോൾ ഒരു റാഷണൽ അപ്രോച്ച്. റാഷണലും കാരണം താഴോട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പം ക്ലാസിക്കൽ മെക്കാനിക്സും മോഡേൺ സയൻസിന്റെയും ക്ലാസിക്കൽ സയൻസും മോഡേൺ സയൻസിന്റെയും കാര്യം പറഞ്ഞിട്ട് ക്ലാസിക്കൽ സയൻസിന്റെ പോലെ അല്ല ഇപ്പൊ മോഡേൺ സയൻസ് വരുന്നത്. എങ്കിലും ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് ഉള്ള കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനും ഉള്ള ഒരു ശ്രമം നടത്തുന്നത് മോഡേൺ സയന്റിസ്റ്റ് നടത്തുന്നതിന്റെ കാര്യം ഇവിടെ പറയുന്നു. എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഡയലക്ടിക്കൽ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന കാര്യം ഇസ് എനി ആർഗ്യുമെന്റ് ഓർ റീസണിങ് that sorts of links, or brings to one platform with opposed or contradictory ideas and seeks to resolve the conflict. അതായത് ഇത് രണ്ടിനെയും പിന്നെ യോജിച്ച് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിൽ എത്തിക്കാൻ നോക്കുന്നത് പോലെയാണ്. അപ്പോ അങ്ങനെ വന്നിട്ട് അപ്പൊ എന്തിനാണ് അങ്ങനെ വരുത്താനാണ് അതിന്റെ ഒരു ലക്ഷ്യം. അപ്പോ ഡയലക്ടിക്കൽ മെത്തഡോളജി എന്ന് പറയുന്നത് സയൻസിനെ സംബന്ധിച്ച ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ആബ്സല്യൂട്ട്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഡയലക്ടിക്കൽ അപ്രോച്ച് ടു ദ ആബ്സല്യൂട്ട് വിച്ച് വി ഹാവ് ഡൺ ബിഫോർ. ഡയലക്ടിക്കൽ എന്ന് പറയുമ്പം രണ്ടെണ്ണം പ്രീസെപ്റ്റ് കൺസെപ്റ്റ്സ് പോലെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ they are on opposite poles, but then you try to bring them together and go to and remove the conflict between them. അതാണ് അവിടെ ശ്രമിക്കേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഈ സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്, അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സയൻസ് ആബ്സല്യൂട്ടിനെ അറിയണമെങ്കിൽ ഫിസിക്സും മെറ്റാഫിസിക്സ് വഴി നോക്കുവാണ്. അതിൽ ഫിസിക്സ് വഴിയാണ് കൂടുതലും ഇവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് പറയുന്നത് ഒരു സയൻസ് ആണ്. അപ്പോൾ ആ സയൻസിന്റെ പിന്നെ ഡയലക്ടിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഡോപ്റ്റ് ചെയ്യുന്ന പിന്നെ മെത്തേഡ്സ്, എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, ബേസ്ഡ് ഓൺ it can be observations or inferences based on experimental basis, or it can be calculation basis, that is it can be statistical. ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഇൻഫറൻസ് എന്താണ്, കൺക്ലൂഷൻ എന്താണ്, ആ കൺക്ലൂഷൻസ് നോക്കുമ്പം ക്ലാസിക്കൽ ഇപ്പൊ ഫ്രാൻസിസ് ബേക്കന്റെ കാര്യം ആദ്യം പറയുന്നത്. ആ ഫ്രാൻസിസ് ബേക്കൻ എന്ന് പറയുന്നത് ഈസ് എ ഫിലോസഫർ ആൻഡ് എ സയന്റിസ്റ്റ് ഓൾസോ. അദ്ദേഹത്തിന്റെ മീൻസ് ബിഫോർ ഇൻ ദ ക്ലാസിക്കൽ പീരിയഡ്, ദാറ്റ് ഇസ് ബിഫോർ ദ 16th 17th century and before the 16th 17th century. After that comes the modern period, the modern science. So classical science തുടങ്ങിയിട്ട് അവിടെ എന്തായിരുന്നു സർട്ടിറ്റ്യൂഡ് ഉണ്ടായിരുന്നോ, ഉറപ്പുണ്ടായിരുന്നോ, അതിൽ നിന്ന് കിട്ടിയ ചില ഈ ആബ്സല്യൂട്ടിൽ പോകാനുള്ളതിൽ കിട്ടിയ റിസൾട്ട് അതിൽ ഉറപ്പുണ്ടായിരുന്നോ? മറ്റേതെടുത്ത് നോക്കുമ്പം മോഡേൺ സയൻസിൽ അതിന്റെ എക്സ്പെരിമെന്റ്സ് വാട്ട് എവർ ഇറ്റ് ഇസ്, അതിന്റെ കിട്ടുന്ന റിസൾട്ട് അതിന് ഉറപ്പുണ്ടോ ഉറപ്പില്ലയോ? അപ്പൊ അങ്ങനാണെങ്കിൽ ഉറപ്പ് ചിലതിനുണ്ട് ചിലതില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഗെറ്റിംഗ് ഇറ്റ് ഇൻ ടു
proper into a platform where both of them can be accepted. ഒത്തുചേർക്കാനായിട്ട് കൊണ്ടുവരുന്നത് പോലെയാണ്. ഒത്തുചേർക്കണം. ആ കോൺഫ്ലിക്റ്റ് അവർ തമ്മിലുള്ള ആ വൈരുദ്ധ്യാത്മക ആയിട്ടുള്ള ആ ഒരു കാര്യം മാറ്റണം. അപ്പോൾ അതാണ് അതിനകത്തെ മെയിൻ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് അത് അപ്പം ശരത്ജി അത് പറഞ്ഞതിൽ പോയിന്റ് മനസ്സിലായോ? ഇല്ല, അമ്മ പറയുന്ന കണക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പറയുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലാസിക്കൽ പീരിയഡിൽ ഇപ്പം ന്യൂട്ടോണിയൻ ഐഡിയാസ് ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസെപ്റ്റിൽ now we can say there is not much change. That is one concept which has stayed on. But as far as relativity is concerned, it's a different thing. സയൻസ് ക്ലാസിക്കൽ സയൻസ് ഫ്രാൻസിസ് ബേക്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് പ്രകാരം എക്സ്പെരിമെന്റിലായിരുന്നു ഇല്ലേ? എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് ഇതെല്ലാം ബേസ് ചെയ്ത് കിട്ടുന്ന കൺക്ലൂഷൻസ് ആയിരുന്നു അവർ ആക്സെപ്റ്റ് ചെയ്തത്. എന്നിട്ട് അതാണ് അദ്ദേഹം എന്നിട്ട് പിന്നെ അവർ പറയുന്ന അസ്ട്രോണമി അവിടെയൊക്കെ കെപ്ലറിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തപ്പം അത് തള്ളിയെന്നാണ് പറയുന്നത്. കാരണം കാൽക്കുലേഷൻ വന്നു. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റില് ക്ലാസിക്കൽ സയൻസ് പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്തായിരുന്നു? only things which are based on experiment, observation, പിന്നെ ആ എന്തോ ഒരു എക്സ്പെരിമെന്റ് നടത്തി അതിന്റെ ബേസിസ് ഉണ്ടായ നിരീക്ഷിച്ച പിന്നെ ആ നിരീക്ഷണം പിന്നെ നിഗമനം, ഇത് മൂന്നും ആശ്രയിച്ച് കിട്ടുന്ന റിസൾട്ട്സ് മാത്രം ഈ ലബോറട്ടറി ഡിസിപ്ലിനിന്റെ ബേസിസിൽ മാത്രം കിട്ടുന്നതാണ് സയൻസ്. ബാക്കി കണക്കും ഒക്കെ ഉള്ളത് സയൻസ് അല്ലെന്നും പറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനത്തെ ഒരു വിസിബിൾ തിങ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം, എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യണം. അത് അന്നത്തെ ആ ക്ലാസിക്കൽ മെക്കാനിക്സ്. പക്ഷെ ക്ലാസിക്കൽ സയൻസ്. പക്ഷെ മോഡേൺ സയൻസ് അങ്ങനെ അല്ല. അതിനകത്ത് ഒബ്സർവേഷനും ഉണ്ടത്രേ, കാൽക്കുലേഷനും ഉണ്ട്. അപ്പോൾ ഒരു മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഡയലക്റ്റിക്കൽ മെത്തഡോളജി എന്ന് പറയുമ്പം അതാണ് ഒരിടത്ത് ഒരു മെത്തേഡ്. മറ്റേ മോഡേൺ സയൻസിൽ പോകുമ്പം കാൽക്കുലേഷനാണ് കയറി വരുന്നത്. ഒബ്സർവേഷൻ ഉണ്ടെങ്കിലും കൂടുതലും കണക്കാ വരുന്നത്. കണക്കിനെ ബേസ് ചെയ്തുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. എന്നിട്ട് ആ കിട്ടുന്ന ആ കൺക്ലൂഷൻസോ അതിന് ഉറപ്പില്ലത്രേ, സെർട്ടിറ്റ്യൂഡ് ഇല്ല, ഉറപ്പില്ല. അപ്പോൾ ആദ്യത്തേതിന് ഉറപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടും പിന്നെ അതും ശരിയല്ലായിരുന്നു. കാരണം അവർ പറയുന്നുണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സില്, ക്ലാസിക്കൽ സയൻസില് അവർ ഈ നിരീക്ഷണത്തിനെ ബേസ് ചെയ്ത് കിട്ടിയ റിസൾട്ട് വെച്ച് നോക്കിയപ്പം അതിൽ നിന്നുണ്ടായ ഹൈപ്പോത്തസിസ്, സിദ്ധാന്തങ്ങൾ നോക്കിയപ്പോൾ ആ സിദ്ധാന്തങ്ങളും ക്രമേണ അവർ പറയുന്നില്ലേ ഇൻഡക്റ്റോ ഹൈപ്പോത്തറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഫറൻസിനെ ബേസ് ചെയ്ത് അവരുണ്ടാക്കിയ സിദ്ധാന്തങ്ങൾ, ഹൈപ്പോത്തസിസ്, ആ തിയറിക്കും ഒരു കാലക്രമേണ മോഡേൺ സയൻസിസ്റ്റിന്, മോഡേൺ സയൻസിലെ സയൻസിസ്റ്റിന് സ്വീകാര്യമല്ലായിരുന്നു. അതവര് അക്സെപ്റ്റ് ചെയ്തില്ല. തിയറിറ്റിക്കൽ സയൻസും സയൻസ് ബേസ്ഡ് ഓൺ കാൽക്കുലേഷൻ അത് അദ്ദേഹം തള്ളിക്കളഞ്ഞെങ്കിലും, ഫ്രാൻസിസ് ബേക്കൻ തള്ളിക്കളഞ്ഞെങ്കിലും മോഡേൺ സയൻസ് അതാണ് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസിക്കൽ സയൻസിന്റെ ഒബ്സർവേഷൻ ബേസ് ചെയ്ത് കിട്ടിയ ഇൻഫറൻസ്, അതിനുണ്ടായ ഹൈപ്പോത്തസിസ്, ദാറ്റ് ഇൻഡക്റ്റോ, അതാണ് ഇൻഡക്റ്റീവോ ഹൈപ്പോത്തറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ പല തിയറീസ് ഉണ്ടായതും ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ഉദാഹരണം യൂക്ലിഡിന്റെ ആ ഒരു കൺസെപ്റ്റും ഇതിനൊക്കെ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ യൂക്ലിഡിയൻ ആൻഡ് ന്യൂട്ടോണിയൻ ഫ്രെയിംസ് ഓഫ് റെഫറൻസസ് അതിനും കുറച്ച് കഴിഞ്ഞപ്പം അതും മോഡേൺ സയൻറ്റിസ്റ്റ് തള്ളി, ആക്സെപ്റ്റ് ചെയ്തില്ല. എന്നിട്ട് അത് പിന്നെ മോഡേൺ സയൻറ്റിസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തില്ല. എന്നാൽ ക്ലാസിക്കൽ സയൻറ്റിസ്റ്റ് ആ പീരിയഡിലെ സയൻറ്റിസ്റ്റ് എന്തോ ഇൻക്ലൂഡ് ചെയ്തില്ല, കാൽക്കുലേഷൻ ബേസ്ഡ് ഒന്നും സമ്മതിച്ചില്ല. പക്ഷെ മോഡേൺ സയൻറ്റിസ്റ്റ് അത് അനുവദിക്കുന്നു.
അപ്പൊ അവിടെ ആ വൈരുദ്ധ്യം ഉണ്ടാകുമ്പം, ആ വൈരുദ്ധ്യം ആയിട്ടുള്ള ഇത് വരുമ്പം അപ്പോഴാണ് പിന്നീട് പറയുന്നത്. എന്നിട്ട് പിന്നെ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഉദാഹരണങ്ങൾ എടുത്ത് മോഡേൺ സയൻസിൽ പിന്നെ മെനി ഓഫ് ദ തിയറീസ്, മോഡേൺ സയൻസിസ്റ്റ് പറയുന്നത് മെനി ഓഫ് ദ ഇൻഡക്റ്റീവോ ഹൈപ്പോത്തറ്റിക്കൽ മെത്തേഡ്സ് വഴി കിട്ടിയ നിഗമനങ്ങൾ, തിയറീസ് ആയത് ഫ്രം ക്ലാസിക്കൽ സയൻസ്, അത് പല തിയറീസ് ഇപ്പോൾ ഇല്ല, അത് മോഡിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. പുതിയ കണ്ടുപിടിച്ച് അവർക്ക് കിട്ടിയപ്പോൾ അത് പിന്നെ ആ പല തിയറീസ് പിന്നെ മോഡിഫൈ, ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് അതിനാൽ മോഡേൺ ഫിസിസിസ്റ്റിന് ക്ലാസിക്കൽ സയൻസ് സിദ്ധാന്തങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അത് തള്ളിക്കളയാണ് അവർ ചെയ്തത്, മോഡേൺ സയൻസിസ്റ്റ്. പിന്നെ ഒന്നുണ്ട്, ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ, അതിനൊരു കുഴപ്പമൊന്നും ഇല്ലെങ്കിലും മോഡേൺ സയൻസിൽ സ്പേസും പിന്നെ റിലേറ്റിവിറ്റി ഓഫ് മോഷനും അതിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇസ് ബേസ്ഡ് ഓൺ സ്പേസ് ആൻഡ് ടൈം. ന്യൂട്ടോണിയൻ ഫസ്റ്റ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതിന് മാറ്റം ഇല്ലെങ്കിലും അതിന്റെ ബേസ് ആയിട്ടുള്ള ആ സ്പേസിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആ സ്പേസിനെ സംബന്ധിച്ചുള്ള ആ റിലേറ്റിവിറ്റി ഓഫ് മോഷൻ അതിനും ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ അത് വിട്ടിട്ട് മോഡേൺ സയൻസിന് ഉദാഹരണങ്ങളാണ്, അവരുടെയൊക്കെ മെത്തേഡ് ഇതൊക്കെയാണ്. മോഡേൺ സയൻസ് ഹാസ് അഡോപ്റ്റഡ് മെത്തഡോളജീസ് ലൈക്ക് ഇലക്ട്രോമാഗ്നറ്റിസം ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ദിസ് മോഡേൺ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ മോഡേൺ മോഡേൺ സയൻസ് ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും ഹൈലി മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ബേസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ വരും, അല്ലാതെ ലബോറട്ടറി എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തതല്ല. അതാണ് വിരോധാഭാസം. ക്ലാസിക്കൽ സയൻസും മോഡേൺ സയൻസും തമ്മിലുള്ള ആ വിരോധാഭാസം. അപ്പൊ അതുകൊണ്ട് എന്തോ സംഭവിച്ചു എന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പൊ ആ ഡയലക്റ്റിക്കൽ മെത്തഡോളജി എന്ന് പറയുമ്പം സയൻസിനകത്തെ ടെക്നിക്സ് അവർ ഉപയോഗിക്കുന്നത് പഠനത്തിന് വേണ്ടി ഒരു കൺക്ലൂഷനിലെത്തിയിട്ട് തിയറി ഉണ്ടാക്കാനായിട്ട്. ആ മെത്തഡോളജി ഡയലക്റ്റിക്കൽ ആണെന്ന് പറയുമ്പം അത് ഒപ്പോസിങ് ആണ്, ഒപ്പോസിങ് ഓർ കോൺട്രഡിക്ടറി ആണ്. ഒന്ന് എക്സ്പെരിമെന്റ് ബേസ്ഡ് ആണെങ്കിൽ മറ്റേത് അത്ര എക്സ്പെരിമെന്റ് ബേസ്ഡ് അല്ല, ഒബ്സർവേഷൻ ബേസ്ഡ് അല്ല. ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് മോർ ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്സ്. അങ്ങനെയാണ് ആ ഡയലക്റ്റിക്കൽ എന്നുള്ള ആ മീനിങ് അവിടെ വരുന്നത്. Dialectical means any discussion or reasoning or such things like exposition, about things which are about contradictory or opposing ideas, and they usually seek to resolve their conflict also. Our conflict to overcome by bringing it to a common point. ഒത്തുചേർക്കണം, അതിനെ ചേർത്ത് അത് അങ്ങനെ ചെയ്യുന്നതാണ് ഡയലക്റ്റിക്കൽ. അപ്പോൾ ആ ഡയലക്റ്റിക്കൽ അതിന്റെ മീനിങ് അങ്ങനെ വരും. ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് വരുന്നത് പോലെ വരുമ്പം അതിനെ രണ്ടിനെയും ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യാനുള്ള അതാണ് ഒരു ഡയലക്റ്റിക്കൽ എന്ന് പറയുന്നത്. അതിന് അപ്പൊ ഇത് മോഡേൺ സയൻസിനകത്ത് ഇങ്ങനെ പിന്നെ ഏർലിയർ ക്ലാസിക്കൽ സയൻസിന് എക്സ്പെരിമെന്റൽ ബേസ്ഡ്, ഇതിന് എക്സ്പെരിമെന്റൽ ബേസ് അല്ല, കൂടുതൽ മാത്തമാറ്റിക്കൽ ബേസ് ആണ്. അവർ ചില സ്റ്റെപ്സ് എടുക്കും, ചില പാരാമീറ്റേഴ്സ് ഒക്കെ അതിനകത്ത് ഇടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ നല്ലൊരു ഉദാഹരണമുണ്ട്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് നോട്ട് ബിഗ് ഒബ്ജക്ട്സ് ലൈക്ക് പ്ലാനറ്റ്സ്, ഫുട്ബോൾസ് ഓർ സ്മോൾ ക്രിക്കറ്റ് ബോൾസ്. അതിന്റെ മോഷൻസിനെ അനുബന്ധിച്ചാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പൊ അവിടെ അതിന് അപ്ലൈ ചെയ്യുന്ന ചില പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞ് അവരുണ്ടാക്കും. ആ പോസ്റ്റുലേറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവര് പിന്നെ മാറ്റർ പാർട്ടിക്കിൾസും വേവ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ ഉപയോഗിച്ച് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്
അതിന്റെ ഒരു പാർട്ടിക്കിൾ ഇവിടാണ് ആറ്റമിനകത്ത്, ആ സ്ഫെറിക്കൽ ആറ്റത്തിനകത്ത് ഈ ഒരു പൊസിഷനിലാണ്. ആ പൊസിഷനെ കാണിക്കുന്നത് പിന്നെ XYZ ആക്സിസും കൊണ്ടല്ല, വേറെ ഒന്നുണ്ട്, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതിന്റെ റേഡിയൽ, അതിന്റെ പോയിന്റ് ഓഫ് പൊസിഷൻ ഫ്രം ദ സെന്റർ എന്നൊക്കെ അതിനുണ്ട്. അത് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷനും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഹൈലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള രീതി ചെയ്തിട്ട് പിന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പളും അതിനകത്ത് ഡി ബ്രോഗ്ലി ഇക്വേഷനും അതിനകത്ത് എല്ലാം അങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇതെല്ലാം വരുമ്പം നമ്മുടെ റിസൾട്ടൊക്കെ വരുന്നത് അതിൽ നിന്ന് വരുന്നത് ഈ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആയ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് വരുന്നത്. അപ്പൊ ഈ സയന്റിസ്റ്റ് അതുകൊണ്ട് അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, മോഡേൺ സയന്റിസ്റ്റ് പറയുന്നത് മാർഗങ്ങൾ തന്നെ വ്യത്യാസം, അതായത് മെത്തഡോളജീസ് ഉപയോഗിക്കുന്നത് തന്നെ വ്യത്യാസം. അപ്പൊ അങ്ങനെ വ്യത്യാസം വരുമ്പം വാട്ട് ഷുഡ് ബി ഡൺ ഈ അക്വയറിംഗ് ദ നോളജ് അബൌട്ട് ഈ സയന്റിഫിക് പാരാമീറ്റേഴ്സ്, അത് അക്വയർ ചെയ്യാൻ ഉണ്ടാവുന്ന നമുക്കെന്താ പറയാം, ജ്ഞാനശാസ്ത്രത്തിൽ പരിഷ്കരണം വരുത്തണം. മീൻസ് ഇൻ ദിസ് എപ്പിസ്റ്റമോളജിക് റിവിഷൻ ഓഫ് സയന്റിഫിക് തോട്ട്സ് വരുത്തണം എന്ന്. എപ്പിസ്റ്റമോളജിക്കൽ റിവിഷൻ വരുത്തുക എന്ന് പറഞ്ഞാൽ in the acquisition of that knowledge ഈ മാർഗം ഈ മാർഗങ്ങൾ മെത്തഡോളജീസ് റിവൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ, ജ്ഞാനശാസ്ത്രത്തിൽ പരിഷ്കരണം വരുത്തണമെങ്കിൽ അതിൻ്റെ ആ മെത്തഡോളജിക്കും, അതായത് ആ ചെയ്യുന്ന രീതിക്കും, ശാസ്ത്രീയ രീതികൾക്കും മെത്തഡോളജിക്കും അതുപോലെ പരിഷ്കരണം വരുത്തണം, റിവിഷൻ വരുത്തണം, പുതുക്കണം. അത് വേണമെന്ന് പിന്നെ മോഡേൺ സയൻസിന് ഒരു തോന്നൽ വന്നത്രേ. ആൻഡ് പിന്നെ കൺക്ലൂഷൻ ഫ്രോം ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ക്വാണ്ടം മെക്കാനിക്സ്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ which are all mathematical based, they have questionable certitude എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് 100% ഷുവർ കറക്റ്റ് ആണെന്ന് പറയാനും പറ്റത്തില്ല. ആൻഡ് ദേ ആർ നൗ അങ്ങനെ ആയിട്ടും ഇറ്റ് ഇസ് അഡ്മിറ്റഡ്, അത് അനുവദിക്കുന്നുണ്ട് ആസ് കറക്റ്റ് ഫൈൻഡിങ് എന്നിപ്പോ മോഡേൺ സയന്റിസ്റ്റ് അത് അനുവദിക്കുന്നുണ്ട്. അതിനാണ് ഈ എപ്പിസ്റ്റമോളജിക്കൽ പരിഷ്കരണം വരുത്തണം എന്ന്, ദാറ്റ് ഈസ് എപ്പിസ്റ്റമോളജിക്കൽ റിവിഷൻ വരുത്തണം എന്ന്. അവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കണ്ടേ, ന്യായീകരിക്കണ്ടേ? അവർ മറ്റേതിനെ എതിർത്തതാണ്. അപ്പൊ ഇതിനെങ്കിലും ഇതിൽ പിടിച്ചു നിൽക്കാൻ അവർ ഇതാണിപ്പോൾ പറയുന്നത്. സോ പിന്നെ the claims to an exact and objective precision of methods employed by scientists have become questionable. അതാണ് അവർ പറയുന്നത്. സയൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന ആ മെത്തേഡ്സിന്റെ ഹൗ പ്രിസൈസ് ഇറ്റ് ഇസ്, ഹൗ എക്സാക്ട് ഇറ്റ് ഇസ് എന്ന് അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്, ക്വസ്റ്റ്യനബിൾ ആണ്. അതുകൊണ്ടാണ് അവർ ഈ ഡയലക്റ്റിക്കൽ അപ്രോച്ചിനെ കുറിച്ച് പറയുന്നത്. രണ്ട് രീതിയിലുള്ള പിന്നെ എന്താണ് മെത്തേഡ്സ് ആണെങ്കിൽ, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, നോട്ട് ഓപ്പോസിറ്റ് എന്ന് പറയണ്ട, പിന്നെ ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള പിന്നെ മെത്തഡോളജി ആണെങ്കിൽ, അപ്പോൾ ആ ഡയലക്റ്റിക്കൽ അപ്രോച്ച് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്തോ, ഇത് രണ്ടിനെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്ന്. അപ്പോ സോ ക്ലാസിക്കൽ ഇൻഡോ ഹൈപ്പോത്തറ്റിക്കൽ മെത്തേഡ് is no longer considered to be of high degree of certitude. അങ്ങനെ ഉണ്ട്. പണ്ടത്തെ തിയറി ഇപ്പം അത്രയും ഉറപ്പുള്ളതല്ല. സോ ഡസ് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മാത്സ് ബേസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും പ്രോബബിലിറ്റി അതെല്ലാം വെച്ച് നോക്കുമ്പോഴും അതും അത്രയും ഡിഗ്രി ഓഫ് സർട്ടിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ എന്തോ പറയും, രണ്ടിനും മോഡേൺ സയൻസിനും പഴയ നമ്മുടെ ക്ലാസിക്കൽ സയൻസിനും സർട്ടിറ്റ്യൂഡ് ഇല്ല. എനിക്ക് തോന്നുന്നു ഇതില് ഹെഗലിയൻ കോൺസെപ്റ്റില് സിന്തസിസും ആന്റി സിന്തസിസും പറയുന്നത്, തീസിസ് ആൻഡ് ആന്റിതീസിസ്, തീസിസ് ആൻഡ് ആന്റി തീസിസ്. അപ്പം നമ്മൾ ഇപ്പൊ പറയുന്ന ഈ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് പ്രിൻസിപ്പിൾസും
പിന്നെ നമുക്ക് ഈ പറയുന്ന സാമ്പിളിംഗ് ആൻഡ് പ്രോബബിലിറ്റി മെത്തേഡ്സ് വിച്ച് ആർ ബീൻ അഡോപ്റ്റഡ് ഇൻ ദ മോഡേൺ സയൻസ്. അപ്പം അതിൻ്റെ അകത്തുള്ള സെർട്ടിറ്റ്യൂഡും ഇൻസെർട്ടിറ്റ്യൂഡ്സും രണ്ടും വരുന്നുണ്ട്. സോ ദീസ് ആന്റി സിന്തസിസ് തീസിസ് ആൻഡ് ആന്റി തീസിസ് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പഴയത് ഇത് തീസിസും ഇത് രണ്ടും കൂടി വന്നിട്ട് there is a merging, a thesis form. ആ തീസിസ് എന്ന് പറയുന്ന ഈ ഒരു മേ ബി തീസിസ് എന്ന് വെച്ചാൽ ആ സിന്തസിസ് അതിന്റെ ഒരു സംഗ്രഹം വരുവാണ്. ആ സിന്തസിസ് പ്രീസപ്പോസിഷൻ ഓഫ് അബ്സല്യൂട്ടിസ്റ്റ്. അപ്പൊ ആ ഒരു വേൾഡ് ഗ്രൗണ്ടിലേക്കാണ് അത് വരുന്നത്. ഇത് രണ്ടുകൂടി ഇപ്പം ഈ രണ്ട് തിങ്കിങ്ങിനൂടി വന്നിട്ട് ബട്ട് ഈ വരുന്ന സിന്തസിസിൽ വരുന്നത് ഇറ്റ് ഈസ് ഓൺ എ വേൾഡ് ഗ്രൗണ്ട് ഓഫ് അബ്സല്യൂട്ട് കൺസെപ്റ്റ് ഇതിലേക്ക് വരുവാണ്. കാരണം അബ്സല്യൂട്ട് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ദർ ഇസ് ആൻ ഇൻസെർട്ടിറ്റ്യൂഡ് ഇൻവോൾവ്. Swamini was rightly pointing out, ഇപ്പം ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുമ്പം മൈന്യൂട്ട് പാർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ എസെൻഷ്യലി അതിൻ്റെ അകത്ത് വി ആർ ഗിവിംഗ് പ്രീസപ്പോസിഷൻ ദാറ്റ് ദ പൊസിഷൻ ഓഫ് ആറ്റം ഇറ്റ് ഈസ് സച്ച് ആൻഡ് സച്ച്. അപ്പം അത് യു കനോട്ട് എസെൻഷ്യലി പോയിന്റ് ഔട്ട് ബട്ട് വി ഹാവ് ടു മേക്ക് എ പ്രീസപ്പോസിഷൻ ടു ദാറ്റ്. അപ്പം അങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ ഒരു യു ആർ ഗിവിംഗ് എ സപ്പോസിഷൻ ഓർ ഇൻസെർട്ടിറ്റ്യൂഡ് കൊടുത്തിട്ട് വി ആർ ട്രൈങ് ടു ബ്രിങ് അബൌട്ട് എ സെർട്ടിറ്റ്യൂഡ്. അപ്പൊ അതന്നെ അങ്ങനെ അതുകൊണ്ട് എന്താ ഈ നമ്മുടെ ഈ മോഡേൺ സയൻസിസ്റ്റിന് അവർക്ക് അത്രയും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദേ ആർ ഫോഴ്സ്ഡ് ടു ടൈ അപ്പ് വിത്ത് ദോസ്. അതെ, ദേ ആർ ടു ഷേക്ക് ഹാൻഡ്സ്. മറ്റവരുടെ കൂടെ യോജിച്ച് പോകേണ്ടി വരും. അപ്പം എസെൻഷ്യലി ഈ പറയുന്ന അബ്സല്യൂട്ട് കോൺസെപ്റ്റിൽ ഉള്ള ഒരു ഇൻസെർട്ടിറ്റ്യൂഡ് നമ്മുടെ മോഡേൺ സയൻസിൽ വരുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വരുന്നത്. അപ്പൊ ആണ് എപ്പിസ്റ്റോമോളജി അണ്ടർഗോയിങ് എ സിന്തസിസ്. അതിനാണ് പറയുന്നത് ഒരു ഡയലക്ടിക്കൽ മെത്തഡോളജി must presuppose some sort of absolutist basis. അപ്പൊ അവിടെ സപ്പോസിഷൻ പിന്നെയും പറയണം, on which alone it can become even ideologically understandable. We should be fully justified in thinking that modern scientists are already tacitly accepting the absolutist approach. അപ്പോ അവരും ഇത് കുറെയൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മറ്റേ ഒരു ഇതിന്റെ ലിമിറ്റേഷൻ, സയൻസിന്റെ ആ ഒരു ലിമിറ്റേഷൻ ഇപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ അവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇത് പറയുമ്പോഴാണ് നമുക്ക് ഗുരുജി പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വരുന്നത്. പിന്നെ ഇതൂടെ ഒന്ന് പറഞ്ഞിട്ട് അതിലോട്ട് വരാം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് സയന്റിസ്റ്റിന് പിന്നെ ഇങ്ങനത്തെ ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞത് ഈ എഡിൻസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് തന്നെയായിരുന്നു പറഞ്ഞത്. ബിഫോർ ഓൾസോ ഈ കൺസെപ്റ്റ്സ് ഹി എംഫസൈസ്ഡ് ദാറ്റ് കൺസെപ്റ്റ്സ് നോട്ട് പെർസെപ്റ്റ്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ വെച്ച് നോക്കുന്നതല്ല, കൺസെപ്റ്റ് മനസ്സിൽ നമ്മൾ എന്താണോ ചിലതൊക്കെ അല്ലെങ്കിൽ സ്പെക്യുലേറ്റ് ചെയ്തത് ഇന്റലിജിബിൾ ആയിട്ട് ചിന്തിച്ചത് that has to be given important place in future scientific thought. അത് വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആബ്സല്യൂട്ടിസ്റ്റ് പോയിന്റിലോട്ട് വരണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആ ലെവലില് ദാറ്റ് ഈസ് ഗോയിങ് ഇൻവേർഡ് ആ ഒരു തലത്തിൽ ആ നോളജിലോട്ടും നമ്മൾ പോകേണ്ടതുണ്ട്. കൺസെപ്ച്വലൈസേഷൻ ആൻഡ് മാത്തമാറ്റിക്കൽ നോംസ് ആൻഡ് an application of new mathematical norms and standards for scientific thought. ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പം you have to take care not to estrange his own opponents. അതായത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം he was forced to accept പണ്ടത്തെ അവരുടെ ആ കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പണ്ട് രീതിയിൽ എങ്ങനെയാണോ ചിന്തിച്ചത് വേറെ ഒരു രീതിയിൽ ബേസ്ഡ് ഓൺ കൺസെപ്റ്റ് മാത്രം ചിന്തിച്ച് മറ്റേ ഫിസിക്സ് രീതിയിലുള്ളത് അവരെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പറയുമ്പോഴാണ് നമുക്ക് ഗുരുജി പറഞ്ഞ കാര്യം ഇന്റഗ്രേറ്റഡ് അല്ലാത്തതും കൊണ്ടാണ് നമ്മുടെ പല കാഴ്ചപ്പാട്
in our interaction also in daily life with nature, പല കാര്യത്തിനെ നമ്മൾ വ്യൂ ചെയ്യുന്നതും പറഞ്ഞായിരുന്നു, ഗുരുജി പറഞ്ഞായിരുന്നല്ലോ, വി യൂസ് ഇറ്റ്, അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, കണ്ടിട്ട് നമ്മൾ ആ സൂപ്പർഫിഷ്യൽ ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്നു. that sense of that ആ ഒരു ലെവലിൽ നമ്മുടെ ആ ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് വെച്ച് നോക്കിയിട്ട് ഡീപ്പായിട്ട് അതിലോട്ട് പോകാതെ സമഗ്രമായിട്ട് അതിനെ ഏത് ഓബ്ജക്റ്റും പ്രകൃതിയിലുള്ളത് അതിനെ ശരിക്കും ഉൾക്കൊള്ളാതെ ആ ഒരു സൂപ്പർഫിഷ്യൽ ലെവൽ തന്നെ അതിനെ ഉപയോഗിച്ച് അതിനെക്കുറിച്ച്, ഇപ്പം വാട്ടറിന്റെ എക്സാമ്പിൾ ഗുരുജി പറഞ്ഞു, നമ്മളിത് ഉപയോഗിക്കും, ശരിയാണ്, അപ്പൊ കൺസ്യൂമിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സമഗ്രമായ അതിനെക്കുറിച്ചൊരു മനസ്സിലാക്കല് നമ്മൾ അത് ചെയ്യുന്നില്ല. ഈ പ്രകൃതിയിൽ ഏത് സാധനമായാലും അങ്ങനെയാണ് വേണ്ടിയത്. പക്ഷെ most of us, even the scientists and all that, in that way, an integrated way of understanding what is in nature, അത് ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ ചിലപ്പം നമ്മുടെ ഈ സയൻസിന്റെ ഈ ഡെവലപ്മെന്റിലും കാണുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഡയലക്റ്റിക്കൽ അപ്രോച്ചും അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിക്കൽ റിവിഷനും ഈ വക കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു ഷോർട്ടേജും കൊണ്ടാണ്. ഇപ്പം വെള്ളത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പം സമഗ്രമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു നോട്ട് ഓൺലി സീ ഇറ്റ് ആസ് എ ഫിസിക്കൽ ഫോം, അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ സൂക്ഷ്മതലത്തിലുള്ളതിനെ കുറിച്ച് എല്ലാം ചിന്തിച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഹൗ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, നമ്മുടെ ആ ഒരു ഇന്നർ ലെവലിൽ നിന്നും സ്പെക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു തലത്തിൽ പോയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ആ സിഗ്നിഫിക്കൻസും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഹോൾസം അപ്രോച്ച് ടു ഓബ്ജക്ട്സ് ഇൻ ലൈഫ് ഇൻ സച്ച് എ വേ ദാറ്റ് സബ്ജക്റ്റീവ് ലെവലിലോട്ടും വരും. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇൻറ്റഗ്രേറ്റഡ് ആകും. ആ ഒരു ലെവലിലുള്ള പിന്നെ അല്ലാത്തതും കൊണ്ടാണ് നമ്മൾ ഈ ഇവിടെ കാണുന്ന ചില ഈ മോഡേൺ സയൻസിൻ്റെയും ചില ഷോർട്ടേജസും അതനുസരിച്ച് കുറച്ച് റിവിഷനും മറ്റേതും ഒക്കെ ചെയ്യേണ്ടത് അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും പിന്നെ നമ്മൾ അങ്ങോട്ട് ഇനിയും പോകുമ്പോഴേ അറിയുള്ളൂ വേറെ ഷോർട്ട് കമ്മിങ്സ് എന്താണ്, അത് പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് ഉള്ള ഒരു കാര്യം ഇനിയും നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോഴേ അത് അറിയുള്ളൂ. അത് നമുക്ക് ഈ കൺസെപ്റ്റ്സും പിന്നെ ചില ഈ ഡയലക്റ്റിക്കൽ മെത്തഡോളജിയെ കുറിച്ച് കുറച്ചുകൂടെ അതിനകത്ത് ഉണ്ട്, അതിനകത്ത് പോയിന്റ്സ്. അത് in what is that called, politics side നിന്ന് അവിടെ all those points അവിടെ നിന്നൊക്കെ എങ്ങനെയാ ഇവിടെ ഫിലോസഫി സൈഡിലും അതെങ്ങനെയാണ് ഡയലക്റ്റിക്കൽ പിന്നെ മെത്തഡോളജീസിൽ ചേഞ്ചസ് വരുന്നതെന്ന് കുറച്ചുകൂടെ ഉണ്ട്. അത് നമുക്കൊരു അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത സെഷനിലേക്ക് മാറ്റാം. 34 from page 34 to 34 പേജസ് ശരിയല്ല, നമ്മുടെ പേജസ് എല്ലാം ശരിയല്ല. അതായത് വി ഹാവ് ഓൾമോസ്റ്റ് ഫ്രീഡ്മാന്റെ വരെ, പോൾ ഫ്രീഡ്മാന്റെ വരെ എത്തി. അപ്പം ആക്ച്വലി നമ്മൾ എഡിങ്ടന്റെ ഡിസ്കസ് ചെയ്ത് എത്തി. പറഞ്ഞ ഈ പൊളിറ്റിക്കൽ കോൺസെപ്റ്റും തിയോളജിയും സയൻസും ഒക്കെ മിക്സ് ചെയ്യുന്ന ഫ്രീഡ്മാന്റെ അവിടെയും, അപ്പൊ അവിടെ തൊട്ട് നമുക്ക് വിൽ ഗോ അല്ലേ, അവിടെ വെച്ചിട്ട് വിൽ ഇവിടെ വരെ നമ്മൾ എഡിങ്ടൺ വരെ പറഞ്ഞു നിർത്തി. നാളെ നമുക്ക് ഫ്രീഡ്മാന്റെ അവിടെ തൊട്ട് മെത്തഡോളജി കംപ്ലീറ്റ് ചെയ്യാം. കാരണം അത് കൂടുതൽ ലെങ്തിയായ അത് പിന്നെ മൈൻഡിന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട്. പെട്ടെന്ന് നാളെ കുറച്ചുകൂടി നമുക്ക് ഐ ഷാൽ ഓൾസോ ബി ലിറ്റിൽ ബിറ്റ് ദിസ് തിങ്. അപ്പൊ പെട്ടെന്ന് വി ക്യാൻ ഗെറ്റ് ടു ദ പോയിന്റ്. കാരണം ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ മുഴുവൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയേ ഉള്ളൂ. അതായത് ഒരു സിന്തസിസിൽ അത് എത്തുവാണ്. അമ്മ ഈ കറക്റ്റ് ആയിട്ട് പറഞ്ഞ കണക്ക് തന്നെ ഇത് സയന്റിഫിക് പ്ലെയിനിൽ വരുന്ന എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള
ചേഞ്ചസ് മോർ ഓഫ് ആൻ ആബ്സല്യൂട്ട് ഡൊമൈനിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് മോർ ഓൺ ദ പ്രോബബിലിറ്റി ആൻഡ് കാൽക്കുലേഷൻസ്. അപ്പം അതിൻ്റെ അകത്ത് there is an incertitude is being accepted by the scientific milieu. അതാണ് basic essence of this dialectical methodology. That is how the science has also drastically changed, more on absolutist point of view. Adana that is what is being discussed here. But more some discussions are there on various scientists and how Marxum, Engelsum, modern that discussed further their own conditional dialectical approach അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് വിൽ ഹാവ് അത് വളരെ കൺസൈസ് ആയിട്ട് നാളെ പറഞ്ഞിട്ട് നമുക്ക് ഡയലക്റ്റിക്കൽ മെത്തഡോളജി വിൽ ഫിനിഷ്. ഹരി ഓം.